എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലി ചിത്രം എന്തുകൊണ്ട് റിലീസായില്ല? അതിനൊരു ഉത്തരം മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. കാരണം ഇത് നിർമ്മിക്കുന്നത് നൈസാം സലാമാണ്. അദ്ദേഹം ആരുടെ കയ്യിൽ നിന്നും ഈ ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി പൈസ മേടിച്ചിട്ടില്ല. അതായത് ഈ ഒരു കോടതി ഉത്തരവിന്റെ പേരിൽ ആദ്യം ഈ പടം സ്റ്റേ ചെയ്തു. ആ സ്റ്റേ മേടിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്ന് പുള്ളി പൈസ മേടിച്ചിട്ടില്ല. രണ്ടാമത് വീണ്ടും ആ കോടതിയെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ബോധിപ്പിച്ചതിന് ശേഷം ആ സ്റ്റേ പിൻവലിച്ചു. കാരണം അതിനുശേഷം വീണ്ടും ഈ സിനിമ റിലീസാവുന്ന സമയത്തേക്ക് വീണ്ടും എത്തിയപ്പോഴേക്കും വീണ്ടും ഹൈക്കോടതിയിൽ ചെന്നിട്ട് വീണ്ടും തെറ്റിദ്ധാരണ മുഴക്കിക്കൊണ്ട് വീണ്ടും ഒരു സ്റ്റേയും കൂടി മേടിച്ചു. ഇതിനൊന്ന് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് പോലും കൃത്യമായിട്ടുള്ള ധാരണാപത്രമൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷമാണ് നൈസാം സലാം എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷന്റെ ബാനറിൽ ഇത് ആരംഭിക്കുന്നത്. 4-5 വർഷത്തെ കഷ്ടപ്പാടാണ് ഒരു സംവിധായകന്റെ ഒരു പടം ചെയ്യുന്നത്. എനിക്കൊന്ന് അതിലും കൂടുതൽ വർഷങ്ങൾ ചിലപ്പോൾ അദ്ദേഹം കഷ്ടപ്പെട്ട് കാണും. ഇതിപ്പോ സിനിമയുടെ പേര് പോലെ ഇതിന്റെ പ്രൊഡ്യൂസറിനെ കുരിശിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് ആഭ്യന്തര കുറ്റവാളിയാക്കിയിട്ട്. അപ്പൊ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന്റെ കയ്യിൽ നിന്ന്, ഈ കേസ് കൊടുത്തവന്റെ കയ്യിൽ നിന്ന് ഒരു ചായ പോലും അദ്ദേഹം വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ചാകേണ്ടി വന്നാലും, ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും, സുപ്രീം കോടതിയിൽ പോയിട്ട് വന്നാലും അവിടെ ചെന്ന് സത്യം തെളിയിച്ചിട്ട് മാത്രമേ പുള്ളി പടം ഇറക്കുന്നുള്ളൂ. അതുകൊണ്ട് പുള്ളി ഈ പറയുന്ന കേസ് കൊടുത്ത വ്യക്തിയും പുള്ളിയോട് പൈസയും ബാക്കിയുള്ള കാര്യങ്ങളും വാങ്ങിച്ചിട്ടുള്ള കോംപ്രമൈസിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പുള്ളി പറയുന്നത് അതൊന്നും ഞാൻ ചെയ്യത്തില്ല, കോടതി പോയിട്ട് സത്യം തെളിയട്ടെ. അങ്ങനെ പുള്ളിക്ക് ആഭ്യന്തര കുറ്റവാളി ആവാൻ വേണ്ടി താല്പര്യമില്ല. ഇക്കയോടൊപ്പം ഞാനും ഉണ്ട്, ഈ സിനിമയോടൊപ്പം ഉണ്ട്. ആസിഫിന്റെ ഒരു സിനിമ PR ചെയ്യണമെന്നുള്ള എന്റെ സ്വപ്നം തന്നെയാണ്. ഇത് PR-നപ്പുറം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് തെറ്റ് ചെയ്യാതെ ആരും ആഭ്യന്തര കുറ്റവാളി ആകാൻ വേണ്ടി പാടില്ല. ഇക്ക എന്തായാലും സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് നീതി മന്ദിരത്തിൽ പോയിരുന്നാലും നീതി കിട്ടുന്നത് വരെ ആഭ്യന്തര കുറ്റവാളി പോരാടും. അതിനുശേഷം ഈ കൊച്ചു നന്മയുള്ള കുടുംബ ചിത്രം പ്രേക്ഷകർ. എനിക്ക് പ്രതീഷ് ശേഖറിനോട് പറയാനുള്ളത്, താങ്കൾക്ക് ഈ സിനിമയുമായി തുടക്കം മുതലേ ബന്ധപ്പെട്ട് എത്രത്തോളം ഇതിനെപ്പറ്റി, ഈ കാര്യവിവരങ്ങളെപ്പറ്റി അറിവുണ്ട് എന്നുള്ളതിന് വളരെ സംശയമുണ്ട്. എന്റെ കയ്യിൽ നിന്നും 1.55 കോടി രൂപയാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് വാങ്ങിയെടുത്തിട്ടുള്ളത്. അതിനുള്ള തെളിവ് എല്ലാം നിരത്തിയിട്ടാണ് ഹൈക്കോടതിയിൽ നിന്നും ഒരു ഇഞ്ചക്ഷൻ ഓർഡർ, അത് സിനിമ കളിക്കരുത് എന്നല്ല ഒരിക്കലും ഞങ്ങൾ ഇഞ്ചക്ഷൻ ഓർഡറിൽ കോടതിയുമായി സമീപിച്ച് വാങ്ങിയിട്ടുള്ള ഉത്തരവ്. സിനിമ കളിക്കാം, എനിക്ക് തരാനുള്ള, വിവേക് വിശ്വനാഥിന് തരാനുള്ള 1.55 കോടി രൂപയും 18% ഇൻട്രസ്റ്റും കെട്ടിവെക്കുകയോ തത്തുല്യമായ പ്രോപ്പർട്ടി കെട്ടിവെക്കുകയോ ചെയ്യാം എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കോടതി വിധിക്ക് ശേഷവും പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോയി. നൈസാം സലാമിന് മെസ്സേജ്, നൈസാം സലാം എന്ന പ്രൊഡ്യൂസറിന് ആദ്യമായി മെസ്സേജ് ചെയ്യുന്നത് ഞാനും, നൈസാം സലാമാണ് ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ശരിയാണ്, നെഗോഷിയേഷൻസ് ഞങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അത് എന്തോ കാരണവശാൽ അത് ധാരണയായിട്ടില്ല. ഇനിയും കോടതി വഴി കിടക്കുന്ന ഒരു വിഷയമാണ്. അത് കോടതിയിലൂടെ മുമ്പോട്ട് പോട്ടെ. നിങ്ങൾ പറയുന്നത് പോലെ കോടതി എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കാൻ ഇരിക്കുന്ന സാധനമല്ല. കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി വരുന്നത്. അത് നാളെ സുപ്രീം കോടതിയിലാണെങ്കിലും നിങ്ങൾക്ക്, അതായത് നിങ്ങൾ പൈസ അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ചീറ്റ് ചെയ്ത് വാങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് ആഭ്യന്തര കുറ്റവാളി കളിക്കാം എന്നുള്ള സുപ്രീം കോടതിയിൽ നിന്നോ അല്ലെ അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നോ വരുന്ന വിധിയാണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ച് മുമ്പോട്ട് പോവുക. ഇപ്പോൾ ഹൈക്കോർട്ടിൽ നിന്നും ഞങ്ങൾക്ക് ഓർഡർ ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. ഈ സിനിമ താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഇഞ്ചക്ഷൻ ഓർഡറാണ്. അത് കോടതി തീരുമാനിക്കും വരെ അങ്ങനെ തന്നെ നിലനിൽക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അടുത്ത ലെവലുള്ള കോടതിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഒരു ചെറിയ പൈസയല്ല, വളരെ ബുദ്ധിമുട്ടി, വളരെ കഷ്ടപ്പെട്ട് സിനിമയെന്നുള്ള മോഹം കൊണ്ട് ഞാനും ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ ഇങ്ങനൊരു കബളിപ്പീര് ഈ ടീമിൽ നിന്നും എനിക്ക് പറ്റി. അതിനുള്ള തെളിവുകൾ കോടതിയിൽ നിരത്തിയിട്ടുണ്ട്. ആ കോടതി ഉത്തരവിനെ മാനിക്കുക.